കേരള ഫുട്ബോൾ ഫോറത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ഷെയർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഒന്നേ പറയാനുള്ളൂ, ഏതൊക്കെ താരങ്ങൾ പോയാലും വന്നാലും അഡ്രിയൻ ലൂണ എന്ന് പറഞ്ഞ ക്യാപ്റ്റനെ ഇവിടെ നിലനിർത്തുക എന്നുള്ള കാര്യം. ഞാൻ അഡ്രിയൻ ലൂണയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ടീമിന് വേണ്ടി ചത്ത് കിടന്ന് പോരാളി കളിക്കുന്ന താരമായിരുന്നു അഡ്രിയൻ ലൂണ. കഴിഞ്ഞ സീസണിൽ ലൂണ നമ്മളോട് ഇല്ലായിരുന്നു. അത് നമ്മുടെ മാനേജ്മെന്റ് ലാഭത്തിന് വേണ്ടി അഡ്രിയൻ ലൂണ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വിട്ടെങ്കിൽ പോലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടാണ് നിലനിർത്തുന്നത് ലൂണയെ. പുതിയ ഉടമസ്ഥർ വരുമ്പോൾ ലൂണയുടെ കാര്യത്തിലാണ് എല്ലാവരും ഒന്ന് നോക്കുന്നത്. ലൂണ ഇവിടെ നിലനിർത്തുമോ ഇല്ലെങ്കിൽ ലൂണ മറ്റു ടീമിലേക്ക് പോകുമെന്നുള്ള കാര്യം. അത് പുതിയ ഉടമസ്ഥർ വന്നാലേ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തത വരുത്തുള്ളൂ വെച്ചേ. അതുകൊണ്ട് ലൂണയുടെ കാര്യം ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ടീമിന് വേണ്ടി ചത്ത് പോരാളുന്ന താരമാണ് ലൂണ. അത് എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ് വെച്ചാൽ. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇപ്പോഴുള്ള 13 താരങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഗോൾ കീപ്പറിൽ സാബിത്തുണ്ട്, പിന്നെ അർഷാൻ വർഷയ്ക്കുണ്ട്, ഡിഫൻസിലേക്ക് ബികാഷ് ഉണ്ട്, ഓർമിപ്പാമുണ്ട്, പിന്നെ നവാച്ച സിംഗ് ഉണ്ട്, പിന്നെ സന്ദീപ് സിംഗ് ഉണ്ട്, അഡ്രിയൻ ലൂണയുണ്ട്, പിന്നെ അമാബിയുണ്ട്, ബിബിൻ മോഹനുണ്ട്, ഫ്രെഡി ഉണ്ട്, എബിൻദാസ് ഉണ്ട്, കോറോ സിംഗ് ഉണ്ട്, പിന്നെ ശ്രീകുട്ടനുണ്ട്. ഈ 13 താരങ്ങൾ മാത്രമേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉള്ളത്. ഇനി പുതിയ ഉടമസ്ഥർ വരുമ്പോൾ ആരൊക്കെ വരുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടിരുന്നറിയാൻ പറ്റാം. അപ്പം ഇത്രയൊക്കെ ഉള്ള എനിക്ക് വീഡിയോ ഉള്ളത്. അപ്പം ഇനി കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണ്ട. അപ്പം ഞാൻ പതിയെ ചെയ്ത് ഇതേപോലെ വരാൻ വെച്ചേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൂടെ നമുക്ക് പൊളിക്കാൻ വെച്ചേ. അപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ ഫുട്ബോൾ ലോകം.